ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് ഞാൻ ഏകദേശം ഒരു 7 മാസം മുമ്പ് വാങ്ങിച്ച എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജെന്നിൻ്റെ ഒരു കേസാണ്. ഞാൻ എൻ്റെ എയർപോഡ്സ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷം ആകുന്നു. അപ്പം എനിക്ക് ആപ്പിൾ കെയർ പ്ലസ് ഉണ്ടായിരുന്നു. അതിലൂടെ ഞാൻ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എയർപോഡ്സിന് റിപ്ലേസ് ചെയ്തിരുന്നു ആപ്പിൾ കെയറിൽ നിന്ന്. അതിന് ശേഷമാണ് ഞാൻ ഈ കേസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സ്പീജിൻ്റെ ഒരു കേസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കേസ് സ്പീജിൻ നല്ലൊരു ബ്രാൻഡാണ്. ബട്ട് എനിക്കെന്തോ ആ കേസിനകത്ത് ഇത്ര പ്രൊട്ടക്ഷനും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്നാൽ വിചാരിച്ചു ഇങ്ങനത്തുള്ള ഹാർഡായിട്ടുള്ള ഷെല്ലുള്ള കേസുകൾ വാങ്ങിക്കേണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ ആപ്പിൾ കെയർ പ്ലസ് തീരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കേസ് തന്നെ വാങ്ങിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലാന്ന് കെയർ പ്ലസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ആപ്പിളിൽ നിന്ന് തന്നെ റിപ്ലേസ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഞാനൊന്ന് റിപ്ലേസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എനിക്കൊരു ടെൻഷനായത്. കാരണം 2 വർഷത്തിന് ശേഷം നമ്മുടെ വാറണ്ടിക്ക് ശേഷം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് റിപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ് ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനുള്ള ഒരു കേസ് നോക്കിയത്. അങ്ങനെയാണ് ഞാൻ ESRൻ്റെ ഈ ഒരു കേസിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാനൊരു 7 മാസത്തിന് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്കൊരു റിവ്യൂ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ESR കേസിൻ്റെ ഡിസൈൻ ആയാലും അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആയാലും രണ്ടും പ്രീമിയമാണ്, വളരെ ഡ്യൂറബിളാണ്. പിന്നെ അതേപോലെ തന്നെ കട്ടൗട്ട്സ് എല്ലാം വളരെ പ്രിസൈസാണ്. ബാക്കിൽ നമുക്ക് എയർപോഡ്സിൻ്റെ ബട്ടൺ ആക്സസ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഹോളുണ്ട്. പക്ഷേ അത് നമുക്ക് ഹോളല്ല, അത് നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഡസ്റ്റ് ഒന്നും ഉള്ളിലേക്ക് കയറത്തില്ല, അങ്ങനെ ഒരു ടെൻഷനേ നമുക്ക് വേണ്ട. പിന്നെ ഫ്രണ്ടിലെ കട്ടൗട്ട് നമുക്ക് LED ബ്ലിങ്ക് ചെയ്യുന്ന കാണാനുള്ള കട്ടൗട്ട് വളരെ പ്രിസൈസ് ആയിട്ടുണ്ട്. പിന്നെ എയർപോഡ് പ്രോ സെക്കൻഡ് ജെന്നിൽ ഒരു കോഡ് ലാൻഡ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എയർപോഡ്സിലും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കേസിലും കണക്ട് ചെയ്യാം. ഞാൻ കേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ലാൻഡ് ക്വാളിറ്റി ആണെങ്കിലും വളരെ പ്രീമിയം തന്നെയാണ്. നമുക്കത് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്കത് കൊണ്ട് നടക്കാവുന്നതാണ്. ഊരിപ്പോവോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഞാൻ നല്ല ഹാർഡായിട്ടൊക്കെ തന്നെ പഠിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ വേറെ എൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ മാഗ്നറ്റാണ്. ഇതിൻ്റെ കേസിൻ്റെ ലിഡ് തമ്മിൽ ഒട്ടിച്ചേർക്കുന്ന മാഗ്നറ്റ് വളരെ സ്ട്രോങ് മാഗ്നറ്റാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ള വീട്ടുകളിലെ ഒരു ടെൻഷനാണ് എയർപോഡ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ തുറന്നത് വായിലിടുക. അങ്ങനത്തുള്ള ടെൻഷൻ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസ് യൂസ് ചെയ്യുന്ന വഴി 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇത് തുറക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചിന് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ്റെ അടുത്തോണ്ട് പോയാലും നമ്മൾ കഴിവതും കൊടുക്കാതിരിക്കുക. പക്ഷേ എന്നാൽ ബൈ ചാൻസ് അവൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാലും തുറക്കാൻ സാധിക്കാറില്ല. അത്രയ്ക്കും സ്ട്രോങ് ആണ്. നമുക്ക് തന്നെ ഒരു കൈ കൊണ്ടൊന്നും നമുക്ക് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ആക്കിയാൽ തന്നെ അത് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ ഇതിൻ്റെ സാധാരണ കേസുകളെല്ലാം താഴെ വീഴുമ്പോഴത്തേക്കിനും അതിൻ്റെ മുകളിലത്തെ ലിഡാണ് ഏറ്റവും കൂടുതൽ തെറിച്ച് പോവുക. മുകളിലത്തെ കേസിൻ്റെ മുകളിലത്തെ ചെറിയ പോർഷനാണ് തെറിച്ച് പോവുക കൂടുതലും. ഇതിനകത്ത് അതിൻ്റെ മുകളിൽ നല്ലൊരു സ്റ്റിക്കറുണ്ട്, പശയുള്ള നല്ലൊരു സ്റ്റിക്കറുണ്ട്. അത് തെറിച്ച് പോകത്തേയില്ല. ഇതിപ്പോൾ ഞാൻ ഒരു 10-20 പ്രാവശ്യത്തോളം അത് ഊരുകയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ. പക്ഷേ എന്നിട്ടും അതിൻ്റെ ആ പശ ഇതിലായിട്ടും പോയിട്ടില്ല. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. താഴെ ഇട്ടാലൊന്നും അങ്ങനെ പോവുക അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് അടിപൊളിയാണ് ഈ ഒരു കേസ്. ഇതിൻ്റെ കട്ടൗട്ട്സ് എല്ലാം അത്രയ്ക്കും നല്ല ടൈറ്റും നല്ല പ്രിസൈസും ആയതുകൊണ്ട് ഡസ്റ്റ് കയറുന്നൊരു പ്രോബ്ലം നേരത്തെ സ്പീച്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൽ ഞാൻ അനുഭവിച്ചിട്ടുമില്ല. ഈ കേസിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. ഇതിൻ്റെ സൈസും ഇതിൻ്റെ വെയിറ്റുമാണ്. നമുക്ക് എയർപോഡ്സ് എന്ന് പറഞ്ഞത് വളരെ ടൈനി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ അത് നമ്മൾ ഈ കേസ് നമ്മൾ എയർപോഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എയർപോഡ്സ് ഭയങ്കര ബൾക്കിയായിട്ട് ഫീൽ ചെയ്യും. പ്രധാനമായിട്ടും നമ്മൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ശരിക്കും നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ യൂസ്ഡ് ആവും. പിന്നെ ഇത് നൽകുന്ന ഒരു സേഫ്റ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് യൂസ്ഡ് ആകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടി തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഒരു പ്രശ്നമാണെന്ന് കരുതി വാങ്ങിക്കാതിരിക്കണ്ട. കാരണം ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമ്മളത് യൂസ്ഡ് ആയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഈ ഒരു ഡിവൈസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ടൈമിൽ ഇത് നൽകുന്ന നമുക്കൊരു പ്രൊട്ടക്ഷന്, അതേപോലെ തന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് ലിഡ് ക്ലോസിങ്, ഒരു പ്രീമിയം ഡിസൈൻ, ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊരു എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജെൻ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കേസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നൊരു കേസാണ്.
പിന്നെ നിങ്ങൾ ആപ്പിൾ വാച്ചിൽ നിന്നിൻ്റെ ചാർജർ വെച്ചിട്ട് എയർപോഡ്സ് ചാർജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആപ്പിൾ വാച്ചിൻ്റെ ചാർജർ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്കും നല്ല രീതിയിൽ ചാർജ് കയറുന്നില്ല വയർലെസ്സിൽ. മറ്റുള്ള മാക്സേഫ് ചാർജറുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഫൈൻ മെയിലുള്ള ഡിറ്റക്ഷൻ അതെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 1300 രൂപ ആ റേഞ്ചായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് കിടക്കുന്നത് ഒരു 1500 രൂപയ്ക്ക് അടുത്താണ്. എനിക്ക് തോന്നുന്നു സെയിലിൻ്റെ സമയത്തൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ 1500 ആണെങ്കിൽ പോലും നമ്മുടെ എയർപോഡ്സിൻ്റെ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് നൽകുന്ന പ്രൊട്ടക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഈ ഒരു കേസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ESRൻ്റെ തന്നെ പല ടൈപ്പ് കേസുകളുണ്ട്. കുറച്ചുകൂടെ സ്ലിം പ്രൊഫൈലിലും വേറെ ഡിസൈനിലുള്ള കേസുകൾ ഇവർക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കേസുകളും തന്നെ അത്യാവശ്യം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രാൻഡ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ചാനൽ കൂടുതലും ചെയ്യുക ഇങ്ങനത്തുള്ള ടെക് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ചെയ്യുക. അതേപോലെ തന്നെ ചിലപ്പം ഐഫോണിൻ്റെ കസ്റ്റമൈസേഷൻ, ആപ്പിൾ വാച്ചിൻ്റെ കസ്റ്റമൈസേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.